വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ. കാസർഗോഡ് മാവുങ്കാലിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. തിങ്കളാഴ്ച രാത്രി മുതൽ കാസർഗോഡിന്റെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് പെയ്തത്. മാവുങ്കാൽ കല്യാൺ റോഡിൽ ക്രൈസ്റ്റ് സ്കൂളിന് സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. ചെങ്കള നീലേശ്വരം റീച്ചിലാണ് സർവീസ് റോഡ് തകർന്നത്. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് നിർമ്മാണ കരാറുകാർ. കനത്ത മഴയിൽ ദേശീയപാതയിൽ കാലിക്കടവടക്കം വിവിധ സ്ഥലങ്ങളിൽ റോഡിൽ വെള്ളക്കെട്ടുണ്ടായി. കണ്ണൂരിൽ ശക്തമായ മഴയിൽ കുറുവയിൽ ഇഷാദ്, ജാസ്മിൻ എന്നിവരുടെ വീടുകളിലേക്ക് മതിലിടിഞ്ഞു വീണ വീടുകൾക്ക് കേടുപാട് പറ്റി. ഓവുചാലടഞ്ഞ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ താഴെ ചൊവ്വയിൽ വീടുകളിൽ വെള്ളം കയറി. മലപ്പുറത്ത് മലയോര മേഖലയിൽ ശക്തമായ മഴ. ചാലിയാർ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ചുരത്തിലെ 8-ാം വളവിനും 9-ാം വളവിനുമിടയിൽ പാറയും മരങ്ങളും മണ്ണും റോഡിൽ പതിച്ചതോടെ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിന്റെ ഒരു വശത്താണ് ഗതാഗതം തടസ്സപ്പെട്ടത്. വയനാട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെഡ് അലർട്ട് നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിൽ തീരദേശ മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട കനത്ത മഴ നിലനിൽക്കുന്നുണ്ട്. മുക്കം ഹൈസ്കൂളിന്റെ മുമ്പിൽ മഴവെള്ളപ്പാച്ചിലുണ്ടായി. കോഴിക്കോട് വളയത്ത് ശക്തമായ മഴയിൽ അച്ചംവീട്ടിലെ പ്രണവം മിനി സ്റ്റേഡിയത്തിന്റെ മതിൽ തകർന്നു. ചെക്യാട് കോയമ്പ്രം പാലത്തിനടുത്ത ഇടിമിന്നലിൽ ശ്രീധരൻ, ശാന്ത എന്നിവരുടെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. നൈനാംവളപ്പ് കോതി അഴിമുഖത്ത് പെട്ടെന്നുണ്ടായ തിരയടിയിൽ കോഴിക്കോട് സ്വദേശി AT ഫിറോസിന്റെ ഫൈബർ വള്ളവും എഞ്ചിനും തകർന്നു. മഴ ശക്തമായ സാഹചര്യത്തിൽ ദുരന്ത സാധ്യതാ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കാസർഗോഡ് നിന്നും സിജു കണ്ണൻ.